ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഇൻസ്റ്റഗ്രാം ആയാലും ഫേസ്ബുക്ക് ആയാലും യൂട്യൂബ് ആയാലും തുറന്നു കഴിഞ്ഞാൽ കാണുന്നത് ഈ ഇമിഗ്രേഷൻ കൺസൾട്ടൻസിൻ്റെ അഡ്വർടൈസ്മെൻ്റ് ആണ്. അവർ പറയുന്നത് കാനഡയിലെ അല്ലെങ്കിൽ യു കെയിലെയൊക്കെ വിസ അവരെ ഷെൽഫിൽ എടുത്തു വെച്ച മാതിരിയാണ് അവർ പറയുന്നത്. അങ്ങോട്ട് തരികയാണെന്ന്, ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഇവിടെ PR കിട്ടും, അത് കിട്ടും, ഇത് കിട്ടും. കാനഡയിൽ യു കെയിലൊക്കെ ഇപ്പോൾ അവസ്ഥ എന്ന് പറഞ്ഞാൽ കാനഡയിനെക്കാട്ടിലും മോശമാണ് ഇപ്പം യു കെയിലെ അവസ്ഥ. ഇവിടെ നെക്സ്റ്റ് 3 ഇയറിലേക്ക് PR എന്ന് പറഞ്ഞ സംഭവം ഇവിടെ ഉള്ളവർക്ക് തന്നെ കിട്ടുന്നില്ല. പിന്നെയാണ് പുതിയ വരുന്ന കാര്യങ്ങൾ പോട്ടെ. പിന്നെ ഇവിടുത്തെ പുതിയ റെഗുലേഷൻ പ്രകാരം മിനിമം 44 മന്ത്സ് ഇവിടെ നിന്നിട്ടുള്ള പ്രോപ്പർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഇവിടെ വർക്ക് പെർമിറ്റ് കിട്ടി ഇവിടെ വർക്ക് ചെയ്യുന്ന ആളുകളെ മാത്രമേ കൺസിഡർ ചെയ്യുന്നു. അതും അവർക്ക് പ്രോപ്പർ എഡ്യൂക്കേഷനും വർക്ക് എക്സ്പീരിയൻസും ഉണ്ടെങ്കിൽ മാത്രം. അതുകൊണ്ട് വല്ലവരുടെയും വാക്ക് കേട്ട് വെറുതെ കുറേ കാശും കൊടുത്ത് ഇങ്ങോട്ട് വരികയാണെങ്കിൽ സൂക്ഷിക്കുക.